അങ്ങനെ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഞാനും കുഞ്ഞനും കൂടെ ഒന്ന് പുറത്ത് പോകട്ടോ. മോളെ അമ്മയുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടാണേ പോകുന്നത്. ഈ ഒരു വീഡിയോ എടുത്തിട്ട് കുറേ ദിവസമായി. ഇത് കുഞ്ഞിൻ്റെ ബർത്ത്ഡേ വ്ലോഗാണ് കേട്ടോ. ഇടാൻ കുറച്ച് വൈകിപ്പോയാണ്, എന്തെന്നറിയത്തില്ല. കുറേ വീഡിയോസ് ഇങ്ങനെ ഇടാൻ വൈകി ഒരുപാട് വീഡിയോസ് പെൻഡിങ് ആയിട്ടോ. അങ്ങനെ നേരെ നമ്മളിതാ കേക്ക് മേടിക്കാൻ വേണ്ടിയിട്ട് ഒരു ബേക്കറിയിലോട്ട് പോയി. മിക്കതും ഞാൻ ഇവിടുന്ന് തന്നെയാണ് കേട്ടോ കേക്ക് മേടിക്കാറുള്ളത്. ഇവിടുത്തെ കേക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അവിടെ ചെന്നിട്ട് ഏതെടുക്കണമെന്ന് ഭയങ്കര കൺഫ്യൂഷനായിരുന്നേ. കാരണം എല്ലാ അടിപൊളി കേക്കുകളായിരുന്നു. അങ്ങനെ നോക്കി അവസാനം ഞാൻ ഒരെണ്ണത്തിൽ വന്ന് ഉറപ്പിച്ചു. അങ്ങനെ പിന്നെ അത് മേടിച്ചു. ഇതാണ് കേട്ടോ മേടിച്ചത്. പിന്നെ ഈ പേരെഴുതുന്നതേ നമ്മളുടെ ഒരു ഫാമിലി മെമ്പറാണ്. എനിക്ക് ഇടയ്ക്ക് മെസ്സേജ് ഇടാറുണ്ട് കേട്ടോ ആള്. പക്ഷേ മെസ്സേജ് ഇടുന്നത് ഈ ആളാണെന്ന് തന്നെ എനിക്കറിയില്ലായിരുന്നു. ഇവിടെ പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കേട്ടോ. അങ്ങനെ കേക്കിൽ നമ്മൾ പേരല്ലല്ലോ ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ എഴുതിയിട്ട് നമ്മൾ നേരെ പിന്നെ വീട്ടിലോട്ട് വിട്ടുപിടിക്കുകയാണ്. കുഞ്ഞിൻ്റെ അടുത്ത് പറയാതെ പോയി മേടിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. കാരണം എനിക്കിപ്പോൾ ഞാൻ ബസ്സിലൊക്കെ ട്രാവൽ ചെയ്യാൻ പറ്റുന്നൊരവസ്ഥയിലല്ല. അതുമാത്രമല്ല കുഞ്ഞൻ വീട്ടിലുള്ളതുകൊണ്ട് എവിടെ പോയാലും ചോദിക്കും എവിടെ പോകുന്നു എന്ന് ചോദിക്കും. പിന്നെ പറയാതിരിക്കാനും പറ്റത്തില്ല. അങ്ങനെ പിന്നെ ഞാൻ പറഞ്ഞതുകൊണ്ട് പിന്നെ കുഞ്ഞനും കൂടെ എൻ്റെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു. ആൾ വേണ്ടെന്ന് ഒരുപാട് വട്ടം പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് കേക്ക് വേണ്ടാന്ന് എന്നും പറഞ്ഞ് നമ്മൾ വാങ്ങിക്കാതിരിക്കാൻ പറ്റുമോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് പറ്റത്തില്ല, എനിക്ക് എന്തായാലും കേക്ക് മേടിച്ചേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് വിളിച്ചുകൊണ്ട് പോയാണേ. അങ്ങനെ തിരിച്ച് വരുന്ന വഴിക്ക് ഇവിടെ ഒരു സ്നാക്സ് കടയുണ്ട് കേട്ടോ. അവിടെ ഞങ്ങൾ മിക്കപ്പോഴും വാങ്ങിക്കാറുണ്ട്. അമ്മ ഒരു വട്ടം ആദ്യമായിട്ട് വാങ്ങിച്ചിട്ട് വന്നത് അടിപൊളി സാധനങ്ങൾ കേട്ടോ അവിടുന്ന്. അങ്ങനെ അവിടുന്ന് വാങ്ങിച്ച് നേരെ വീട്ടിൽ വന്നപ്പോഴത്തേക്ക് ഇവിടെ ഒരാൾ നല്ല ഉറക്കത്തിലാണ്. ഇത്തിരി ഒന്ന് ചിണുങ്ങി ഉറങ്ങുകയെന്ന് പറഞ്ഞിട്ടോ. പിന്നെ വന്ന ഉടനെ ഞാൻ അവൾക്ക് ഫീഡ് ചെയ്തതിന് ശേഷം കുഞ്ഞൻ്റെ കയ്യിൽ തട്ടാൻ വേണ്ടി കൊടുത്തു കേട്ടോ. ഗ്യാസ് കളയണമല്ലോ. അപ്പോഴേക്കും അമ്മ ചായ ഇടാൻ പോയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ചായയൊക്കെ ഇട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ മേടിച്ച സാധനങ്ങൾ ഇതൊക്കെയായിരുന്നു. ഈ ബർഗർ ആണെങ്കിൽ 30 രൂപയുടെ ബർഗറാണ് കേട്ടോ. 30 രൂപയ്ക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം അതിനകത്ത് ഫില്ലിങ്സ് ഒക്കെ കുറവാണ്, എന്നാലും അത്യാവശ്യം നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഈ ചിക്കൻ പീസ് ഇങ്ങനെ കുഞ്ഞായിട്ട് ഇട്ടേക്കായിരുന്നു, പീസാക്കി ഇട്ടേക്കായിരുന്നു. അങ്ങനെ അത് കഴിച്ചു. അത് കഴിച്ചതിന് ശേഷം ഇന്നത്തെ എനിക്ക് ഏറ്റവും അവിടുത്തെ ഫേവറേറ്റ് ഐറ്റംസ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ പോക്കറ്റ് ഷവർമയാണേ. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇതെനിക്കൊന്ന് ബ്രെഡിനകത്താണ് ഉണ്ടാക്കുന്നതെന്ന് തോന്നുന്നു. നല്ല ടേസ്റ്റാണ്. ഇതെനിക്ക് ഫസ്റ്റ് ടൈം അമ്മയായിട്ടോ വാങ്ങിച്ചുകൊണ്ട് വരുന്നത്. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ വേറൊരു സാധനം ഉണ്ടായിരുന്നു. എന്നിട്ട് എനിക്ക് പക്ഷേ കൂടുതൽ അവിടുത്തെ ഇഷ്ടം ഈ പോക്കറ്റ് ഷവർമ തന്നെയാണ് കേട്ടോ. അങ്ങനെ പിന്നെ അതും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടെ ഇരുന്ന് അതൊക്കെ ഒരു തട്ടിയതിന് ശേഷമാണ് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയത് തന്നെ. ഈ പോക്കറ്റ് ഷവർമയ്ക്ക് അത് നല്ല ഫീലിങ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു സാധനമാണ് ഇത് കേട്ടോ. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ മാൽക്കിസ്റ്റ് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടതേ ഇല്ല. ഇതൊരു ചോക്ലേറ്റ് ഫ്ലേവറാണ് കേട്ടോ. ഇതിൻ്റെ ഒരു ഓറഞ്ച് പാക്കറ്റ് ഉണ്ടല്ലോ, അത് ഭയങ്കര ടേസ്റ്റാണ്. എനിക്ക് അത് തന്നെ കേട്ടോ ഭയങ്കരമായിട്ട് ഇഷ്ടം. അപ്പം നിങ്ങൾക്ക് ഇതിനകത്ത് ഈ മാൽക്കിസ്റ്റിൻ്റെ ഏത് ഫ്ലേവറാണ് കൂടുതൽ ഇഷ്ടമെന്ന് പറയണം കേട്ടോ. എനിക്ക് ആ ഒരു ഓറഞ്ചാണ് കൂടുതൽ ഇഷ്ടം. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിച്ചതിന് ശേഷം ഞാൻ പിന്നെ ഒന്ന് പോയി മേല് കഴുകിയിട്ട് വന്നു കേട്ടോ. രാവിലെ കുളിച്ചെങ്കിലും പിന്നെ വൈകുന്നേരം ഒന്ന് മേല് കഴുകിയില്ലെങ്കിലും ഉറക്കം വരില്ല, ഭയങ്കര ചൂടാണ് കേട്ടോ ഇപ്പോഴും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് വന്നിട്ട് പിന്നെ നമ്മളുടെ ഗിഫ്റ്റ് ഒന്ന് പാക്ക് ചെയ്യണമല്ലോ. ഞാൻ ഇതൊന്നും പാക്ക് ചെയ്തില്ല കേട്ടോ. കുഞ്ഞിന് എപ്പോഴും ഉള്ളതുകൊണ്ട് എനിക്കിതൊന്നും പാക്ക് ചെയ്യാനുള്ള സമയം പോലും കിട്ടാറില്ലായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ 1-2 സാധനം ഞാൻ എല്ലാം ഓൺലൈൻ ആട്ടോ ഞാൻ മേടിച്ചത്. അതിൻ്റെ 1-2 വരാൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പിന്നെയും പാക്ക് ചെയ്യാൻ പറ്റാഞ്ഞത്. വന്നിട്ട് ഒരുമിച്ച് പാക്ക് ചെയ്യാമെന്ന് കരുതി. അങ്ങനെ ഇതൊക്കെയായിരുന്നു കേട്ടോ ഞാൻ വാങ്ങിച്ച ഗിഫ്റ്റുകൾ. ഒരു ഷർട്ടും പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ, അതൊക്കെ ഞാൻ നിങ്ങൾക്ക് കുഞ്ഞൻ എടുക്കുമ്പോൾ കാണിച്ചു തരും കേട്ടോ. പിന്നെ ഞാനൊരു ഡയറി മിൽക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ കടയിൽ പോയപ്പോൾ മേടിച്ച കേട്ടോ. അതിൻ്റെ കാര്യം കുഞ്ഞനറിയാം ഞാൻ അത് വാങ്ങിച്ചിട്ടുണ്ടെന്ന്. ബാക്കി ഒന്നിൻ്റെയും കാര്യം ആൾക്ക് അറിയില്ല കേട്ടോ. അങ്ങനെ അതൊക്കെ പാക്ക് ചെയ്തു ഒന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു കവർ എനിക്ക് ഇവിടെ കിടന്ന് കിട്ടിയതാട്ടോ. അങ്ങനെ പിന്നെ അതിനകത്ത് ആക്കി. ഇതിനു മുന്നേ ഞാനൊരു ബോക്സ് കഴിഞ്ഞ വർഷം വാങ്ങിച്ച് തിരിപ്പുണ്ടായിരുന്നു. പിന്നെ എപ്പോഴും ആ ഒരു ബോക്സിനകത്ത് ആക്കണ്ട എന്ന് കരുതിയിട്ട് ഇതിനകത്താട്ടോ ആക്കിയത്. എന്നിട്ട് അമ്മയാണ് എനിക്ക് വീഡിയോ എടുത്ത് തരുന്നത്. എന്നിട്ട് ഞാൻ അമ്മയോട് ചോദിക്കായിരുന്നു കൊള്ളാവോ എന്നൊക്കെ. അങ്ങനെ അതൊക്കെ പാക്ക് ചെയ്ത് വെച്ചതിന് ശേഷം ഫുഡ് കഴിക്കാൻ വന്നു. ഇത് ഉച്ചയ്ക്ക് ഉണ്ടാക്കിയ ഫുഡാണ് കേട്ടോ. അന്നേരം അത് ബാലൻസ് ഇരിപ്പുണ്ടായിരുന്നു റൈസ്. അതുകൊണ്ട് രാത്രിയിലേക്കും അത് തന്നെ ആക്കി കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ. പിന്നെ ഫുഡ് കഴിച്ചിട്ട് പിന്നെ കുറച്ച് നേരം ഞങ്ങൾ ബിഗ് ബോസും കണ്ടിട്ട് ഇങ്ങനെ കിടക്കായിരുന്നേ. ഹാപ്പി ബർത്ത്ഡേ കുഞ്ഞാപ്പി. വാ നമുക്ക് കേക്ക് മുറിക്കണ്ടേ. ഓ കാലിർ തട്ടിയോ. ബർത്ത്ഡേ ടു യു.
എന്നും ഒരു 4:30 മണിയായിട്ട് പോലും ഉറങ്ങാത്ത ആൾ ഇന്ന് നേരത്തെ ഉറങ്ങിയിട്ടുണ്ട് കേട്ടോ. എന്ത് പറ്റിയെന്ന് അറിയില്ല. അല്ലെങ്കിൽ ഈ സമയത്തേക്ക് ഉണർന്ന് ഇങ്ങനെ ഇരുന്ന് കളിക്കുകയായിരിക്കും ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ കേക്ക് ഇതായിരുന്നു കേട്ടോ. നല്ല കേക്കായിരുന്നേ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈ സാധനമാണെങ്കിലേ ഞാൻ വണ്ടിയിൽ കയറിയപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ നോക്കുമായിരുന്നു ഇനി എവിടെയെങ്കിലും തട്ടി അതിൻ്റെ സൈഡ് പോയിട്ടുണ്ടോ എന്ന്. അപ്പോൾ അതിൻ്റെ സൈഡൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു ഭംഗി പോകുമല്ലോ. എന്തായാലും നമ്മൾ കട്ട് ചെയ്യാൻ പോവുകയാണ്. എന്നാൽ കൂടി അത് കാണുമ്പോൾ കുറച്ച് നല്ല രീതിയിൽ ഇരിക്കുമ്പോഴല്ലേ നമുക്കൊരു സന്തോഷമുള്ളൂ. അങ്ങനെ കുഞ്ഞിൻ്റെ കേക്കൊക്കെ നമ്മളിനി കട്ട് ചെയ്യാൻ പോവാണ്. കുഞ്ഞൻ എപ്പോഴും പറയട്ടോ എനിക്ക് കേക്കിൻ്റെ ആവശ്യമൊന്നും ഇല്ല എന്ന്. പക്ഷേ എനിക്കെന്തോ കേക്ക് ഉണ്ടെങ്കിലേ ഒരു സമാധാനമേ ഉള്ളൂ. നമുക്ക് ഒരുപാട് വലിയ വലിയ ആഘോഷങ്ങളൊന്നും ആഘോഷിച്ചില്ലെങ്കിലും നമുക്ക് ഈ കുഞ്ഞൊരു കേക്കൊക്കെ കട്ട് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സ്നേഹം പങ്കിടുമ്പോൾ ഉണ്ടാകുന്നൊരു സന്തോഷം അത് വേറെ തന്നെയല്ലേ. ആകപ്പാടെ കുഞ്ഞൊരു ജീവിതമല്ലേ. അതിനകത്ത് നമുക്ക് സന്തോഷം കണ്ടെത്താൻ പറ്റുന്ന സമയത്ത് നമ്മൾ സന്തോഷം കണ്ടെത്തുക. അല്ലാത്ത സമയത്ത് നമുക്ക് ദുഃഖങ്ങളും വേദനകളൊക്കെ ഒരുപാട് ഉണ്ടാവും. അതൊക്കെ നമ്മൾ ഈ ഒരു സമയത്ത് നോക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അങ്ങനെ കേക്ക് കട്ട് ചെയ്ത് ഞങ്ങൾ കഴിച്ചു. അത് കഴിഞ്ഞ് ഇവിടെ ഒരാളിങ്ങനെ എഴുന്നേൽക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലൊക്കെ ഇങ്ങനെ മൂടിയൊക്കെ വിട്ട് ഇങ്ങനെ കിടപ്പുണ്ട്. അത് കഴിഞ്ഞ് കുഞ്ഞിനുള്ള ഗിഫ്റ്റാണേ. ഇത് കുഞ്ഞൻ കാണുമ്പോൾ ആൾക്ക് ഇഷ്ടപ്പെടുമോ ഇല്ലയോ എന്നൊക്കെ എനിക്ക് നല്ല ഡൗട്ട് ഉണ്ടായിരുന്നു. പിന്നെ ആൾ എന്ത് ഞാൻ കൊടുത്താലും പറയും എനിക്കിഷ്ടമായി ഇതെനിക്ക് ഇഷ്ടമായിട്ടാണോ പറയുന്നത് അതോ ഇനി ഇഷ്ടമല്ലാഞ്ഞിട്ടും ഇഷ്ടമാണെന്ന് പറയുകയാണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ എന്ത് കൊടുത്താലും ഇതുവരെ കുഞ്ഞൻ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നൊരു വാക്ക് ഇതുവരെയും പറഞ്ഞിട്ടില്ല കേട്ടോ. ഇപ്പോൾ ഷർട്ടായാലും ഡ്രസ്സ് എന്തെടുത്ത് കൊടുത്താലും ശരി തന്നെ, അതോ വേറെ എന്ത് ഗിഫ്റ്റ് കൊടുത്താലും ആൾക്കത് ഭയങ്കര ഇഷ്ടമായിട്ട് ഇങ്ങനെ പറയും കേട്ടോ. അങ്ങനെ കുഞ്ഞിനെടുത്ത ഷർട്ട് ഇതാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് ഏത് കളർ എടുക്കണമെന്ന് എനിക്കറിയില്ല. ചുരുക്കം പറഞ്ഞാൽ എല്ലാ കളറും ഷർട്ട് ഉണ്ട് ആൾക്ക്. കാരണം വെഡിങ് ആനിവേഴ്സറിക്കും ബർത്ത്ഡേക്കൊക്കെ ഇതൊക്കെ തന്നെയാണല്ലോ എടുക്കാറുള്ളത്. എനിക്കുള്ള ഷർട്ടിന്റെ എല്ലാ കളറും ഉണ്ട് ഇതിനകത്ത്. എനിക്ക് ഈ കളർ ഇഷ്ടപ്പെട്ടപ്പോ ഞാൻ എടുക്കുക. നിനക്ക് തിന്നാൻ വേണ്ടി മേടിച്ചല്ലേ? അതിനാ പേര് മോന് ലക്ഷറി പെർഫ്യൂം സെറ്റോ പിന്നെ എല്ലാം ഉണ്ടല്ലോ. 1 2 3 4 ഫ്ലേവറാ അടിച്ചങ്ങ് മരിക്കാൻ. എന്തുവാ ഈ ഒരു സാധനം എനിക്ക് കണ്ടു ഇഷ്ടപ്പെട്ടു, ഞാനങ്ങ് വാങ്ങി, അത്രേ ഉള്ളൂ. ഇത് കുഞ്ഞിന് അത്ര ഉപയോഗമുള്ള സാധനമൊന്നും അല്ല, പക്ഷെ ആൾക്ക് ഇഷ്ടപ്പെടും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പക്ഷെ ഈ ഒരു സാധനം കയ്യിലെടുത്തപ്പം തൊട്ടേ ആളിരുന്ന് ചിരിയോട് ചിരിയായിരുന്നു. ഇപ്പോഴല്ലേ കാര്യം മനസ്സിലായത്. എൻ്റെ മുഖം പോലെ ഇരിക്കുകയാണെന്ന് പറഞ്ഞായിരുന്നു കേട്ടോ ആ ഒരു ചിരി മൊത്തവും. ഇതൊരു 4 എണ്ണം ഉണ്ട് കേട്ടോ. ഇത് നല്ല ക്യൂട്ടാണ്. ഇത് ഞാൻ വാങ്ങിച്ചത് കുഞ്ഞിനെ കാറിൽ വെക്കാൻ വേണ്ടിയിട്ടാണ്. ഡാഷ്ബോർഡിൻ്റെ മുകളിൽ വെക്കുമ്പോൾ നല്ല രസമായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഈ ഒരു 4 എണ്ണം കൂടെ നല്ല ക്യൂട്ടാണ്, നല്ല രസമാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഇത് വെച്ച് കഴിഞ്ഞിട്ട് നിങ്ങളെ ഞാൻ ഡ്രസ്സ് കാണിക്കാം കേട്ടോ. അങ്ങനെ അതും കൂടെയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ കുഞ്ഞ് 3 ഫ്ലവർ ആയിരുന്നു. അതിന് കഴിഞ്ഞ വർഷം ബർത്ത്ഡേക്ക് കുഞ്ഞിനെ കൊടുത്തപ്പോൾ ആ ഒരു ഫ്ലവർ തന്നെ ആട്ടോ ഇതിനകത്ത്. ഞാൻ പിന്നെ ഒരു രസത്തിന് വേണ്ടിയിട്ട് എടുത്ത് വെച്ചാണ്. അങ്ങനെ ഇത് ഗിഫ്റ്റൊക്കെ പൊട്ടിച്ചൊക്കെ നോക്കി. ഇതായിരുന്നു കേട്ടോ ആ ക്യൂട്ടായിട്ടുള്ളത്. പിന്നെ ഇതൊക്കെ തന്നെ ആയിരുന്നു നമ്മുടെ ഈ വർഷത്തെ ഗിഫ്റ്റ്. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടോ ഇല്ലയെന്ന് പറയട്ടോ. എന്തായാലും കുഞ്ഞിന് ഇഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ് കേട്ടോ എന്നോട് പറഞ്ഞത്. ഉറക്കമാണല്ലോ, അച്ഛനോടൊന്നും തോന്നില്ലേ മക്കളെ? മോക്ക് തിന്നാൻ പറ്റാത്തതുകൊണ്ടാണ് ഞങ്ങൾ തിന്നത് കേട്ടോ. അടുത്ത വട്ടം നമുക്ക് ഒന്നിച്ച് തിന്നാം. അതെ, എനിക്ക് ഉറക്കമാ. എന്താണോ എന്തോ ഉറങ്ങി. അവള് ഉറങ്ങത്തേ ഇല്ല. ഇന്നലെയൊക്കെ 3 മണി കഴിഞ്ഞില്ലേ? അങ്ങോട്ട് മാറ്റിയിട്ടോ എഴുന്നേറ്റില്ല. മറ്റേത് നമ്മളെ എഴുന്നേക്കുമ്പോ കാല് ജസ്റ്റ് തട്ടി അപ്പൊ ചാടി എഴുന്നേക്കുന്നേ. അതെ ഇന്ന് പാവം കിടന്ന് ഉറങ്ങി. എഴുന്നേപ്പിക്കാനാണ് ബുദ്ധിമുട്ട്. ഇപ്പം ഫീഡ് ചെയ്യേണ്ട ടൈം ആയി നോക്ക്. എന്നെ കുറിച്ച് എന്തുവാ പറയുന്നത്? കണ്ണൊക്കെ തുറന്ന് ഇങ്ങനെ കാണിക്കും. ഹലോ, ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ ഞാനല്ലേ പറയണ്ടേ? ഹലോ, ഹാപ്പി ബർത്ത്ഡേ. കേക്ക് എന്തിടേന്ന്? ഇന്നത്തോടാണ് കേറിയ കുഞ്ഞിനെ കടിക്കും. ഇതിപ്പോ എവിടെ ആയിരിക്കറിയാൻ ഒന്നും കിടപ്പില്ലേ, പൊടി പോലും കിടപ്പില്ല. ഇതൊക്കെ എവിടുന്ന് കുറ്റം പറിച്ച് വരുന്നതെന്ന് അറിയത്തില്ല. കുഞ്ഞിനെ അങ്ങനെ കടിക്കും. എനിക്ക് അതാണ് മെയിനായിട്ട് പേടി. നമ്മളെ കടിച്ചാലും വേണ്ടിയില്ലല്ലോ. അങ്ങനെ ഇതിനെയൊക്കെ DDT കൊന്നിട്ടാണ് സമാധാനം ആയത് തന്നെ.
ഇത് എന്ത് വേണമെന്ന് എനിക്കറിയാം. ഈ സ്മെല്ല് എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടില്ല. നിനക്ക് ഇഷ്ടപ്പെടുമായിരിക്കും. നിനക്ക് ഇഷ്ടപ്പെട്ടു. കമ്പയർ ചെയ്യുമ്പോൾ ഇച്ചിരി നല്ലത് ഇതാ. ഇത് തരത്തില്ല, ഇത് ഞാൻ ഒറ്റയ്ക്ക് കഴിക്കും. ബബ്ബിളി നിനക്ക് ഇഷ്ടമുള്ളതുകൊണ്ട് എനിക്കറിയാം. നിനക്ക് ഇഷ്ടമാണ്. അങ്ങനെ ബർത്ത്ഡേ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഇനി ഇവളെ ഒന്ന് ഉണർത്തി വേണം ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതൊരു 1.5 പാടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ടാറ്റ ബൈ, സീ യു.